me, Buddha is special because Buddha is the only godlike person in whom you see the evolution from an ordinary human being to a godlike identity. ഒരു 1.5 വർഷത്തോളം എടുത്ത് ചെയ്തിട്ടുള്ള ബുദ്ധൻ്റെ ചുമർചിത്ര ശൈലി ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് എമർജിങ് ബുദ്ധ എന്നുള്ള പേരിൽ ഒരു സീരീസ് ഓഫ് വർക്ക്സ് ആണത്. ടിബറ്റൻ ബുദ്ധിസത്തെക്കുറിച്ച് കുറേ ആഴത്തിൽ അറിഞ്ഞതിന് ശേഷം ചെയ്തിട്ടുള്ള മെഡിസിൻ ബുദ്ധ പോലുള്ള കുറച്ച് ചിത്രങ്ങൾ ആ സീരീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗൗതമ ബുദ്ധൻ്റെ ജനനം മുതൽ പരിനിർവാണം വരെയുള്ള 17 ചുമർചിത്ര ശൈലിയിൽ ചെയ്തിട്ടുള്ള എമർജിങ് ബുദ്ധ എന്നുള്ളൊരു ടൈറ്റിലിൽ വന്നിട്ടുള്ള വർക്കുകൾ. ശോഭാ മേനോനാണ് സേതുദാസ് ഫ്രണ്ട്സ് ഓഫ് ടിബറ്റ് ഫൗണ്ടേഷൻ കടവന്ത്രയിലുള്ള അവരുടെ മ്യൂസിയത്തിൽ എന്നെ കണക്ട് ചെയ്ത് അവരുടെ മ്യൂസിയത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തു തരാമോ എന്നാണ് സാറിനോട് ചോദിച്ചത്. നമ്മുടെ ആയുർവേദത്തിൽ നമ്മൾ ധന്വന്തിരി മൂർത്തി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതേപോലെ ഇവരുടെ കൺസെപ്റ്റാണ് മെഡിസിൻ ബുദ്ധ. ലാപ്പിസ് ലസൂലി കളറിൽ കയ്യിൽ മെഡിസിനൽ പ്ലാന്റ്, ഒരു കയ്യിൽ അവരുടെ ഒരു പോട്ട് ലാപ്പിസ് ലസൂലി കളറിലുള്ള, അതിൽ അമൃത് എന്നാണ് അവർ പറയുന്നത്. ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ബുക്സ് ഉണ്ട് കുറേ. അവരുടെ ബുക്സ് സാറിനോട് പറയുമ്പോൾ സാർ എനിക്ക് അയച്ചു തരും. ഒരു ശരിക്കും ഒരു 1.5 വർഷം ഒരു സ്പിരിച്വൽ ആയിരുന്നു. അതെ. ലേഖയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലേഖ മ്യൂറൽ ക്വീൻ എന്ന രീതിയിൽ തന്നെ വളരെ പ്രശസ്തയായിട്ടുള്ളൊരു മ്യൂറൽ ആർട്ടിസ്റ്റാണ്. ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഒരു രീതിയിലേക്ക് അതിൻ്റെ കുറേ ഐഡിയോളജികളെ, കുറേ കോൺസെപ്റ്റുകളെ ട്രഡീഷണൽ കേരള മ്യൂറൽ സ്റ്റൈലിൽ എക്സ്പ്രസ് ചെയ്യുകയാണ്. അത് വളരെ ഗംഭീരമായിട്ടുണ്ട്. കാരണം നമ്മൾ ഏത് രീതിയിലാണ് ആ വർക്കിനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. മ്യൂറലിൽ നമ്മുടെ കേരള ചുവർച്ചിത്രകലയിലെ ആ വരകൾ, അതിൻ്റെ ആ കളറുകൾ, ആ നിറങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഈ ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഐഡിയോളജി അല്ലെങ്കിൽ ആ ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ പാകതയുള്ളതാണെന്ന് കണ്ടപ്പോൾ തോന്നി, ആ വർക്ക് കണ്ടപ്പോൾ. The beautiful manner in which Lekha has integrated the various traditional art forms into her paintings is also an example of her mastery of the craft. Also a wonderfully conveyed message in her paintings. I wish Lekha all the best, and I hope that she will do similar work. The message that she conveys is like a glimmer of hope in the darkness of a hate-filled world. ബുദ്ധിസത്തെക്കുറിച്ചുള്ള കുറച്ച് പെയിൻറ്റിങ്സും കൂടെ തീർക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ എമർജിങ് ബുദ്ധ എന്ന് പറയുന്ന ഒരു 17 സീരീസ് ഓഫ് പെയിൻറ്റിങ് ചുമർചിത്ര ശൈലിയിലുള്ള പെയിൻറ്റിങ്ങിൻ്റെ എക്സിബിഷൻ ഉടനെ തന്നെ ഉണ്ടാവും.